ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ അത് പാർട്ട്ണറോട് കൂടി ചോദിച്ചിട്ട് അവരുടെ അഭിപ്രായം കൂടി കൺസിഡർ ചെയ്യുന്നവരാണ്. ഹായ്, ഐ എം ഷെവീബ, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്. നമുക്കൊക്കെ നല്ലൊരു സപ്പോർട്ടീവ് ആയിട്ടുള്ള പാർട്ട്ണർ ഉണ്ടെങ്കിൽ പോലും അവരോട് നമ്മൾ ഒപ്പീനിയൻ ചോദിക്കാതെ അല്ലെങ്കിൽ അവരോട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാതെ മറ്റ് ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ആയിട്ട് ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പ്രയോറിറ്റി കൊടുക്കുന്നതായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഇത് അവിടെയുള്ള ആ ഒരു പാർട്ട്ണർക്ക് ഒരു ഇൻസെക്യൂരിറ്റി ഫീലിങ്സ് ഉണ്ടാക്കും. കാരണം അവർക്കൊരു റെസ്പെക്റ്റ് അല്ലെങ്കിൽ ഒരു വാല്യൂ കൊടുക്കാതെ മറ്റുള്ളവർക്കാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. അത് അവരെ അവിടെ ഒരു ഇൻസെക്യൂർഡ് ആക്കും. ചില ഹസ്ബൻഡ്സ് ഒക്കെ പറയും എന്തെന്നറിയോ, അതായത് എൻ്റെ ഭാര്യയ്ക്ക് അതിന് മാത്രമുള്ള വിവരമൊന്നുമില്ല അല്ലെങ്കിൽ അവൾക്ക് അതേപ്പറ്റി ഒന്നും അറിയില്ല, അതുകൊണ്ടാണ് ഞാനൊരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്തൊക്കെ ചോദിക്കുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെയാണ് ചില ഗേൾസിൻ്റെ ഒരു സ്വഭാവമുണ്ട്. അതായത് അവരുടെ റിലേഷൻഷിപ്പിലുള്ള ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കാൻ വേണ്ടി അവരവരുടെ ഫ്രണ്ട്സിൻ്റെ റിപ്ലൈക്കായി കാത്തിരിക്കും. നമ്മളിപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ പാർട്ട്ണറുടെ ചോയ്സ്, അവരുടെ സജഷൻസിന് കൂടി നമ്മൾ വാല്യൂ കൊടുക്കുക. നമുക്ക് അത്രയും സപ്പോർട്ടീവായ ഒരു പാർട്ട്ണർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ ഒപ്പീനിയൻസിന് വേണ്ടി കാത്തിരിക്കാണ്ടിരിക്കുക. അങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് രണ്ടുപേരും പരസ്പരം കൊടുത്തു കഴിഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പ് സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. സോ if your partner is someone you can communicate openly with, you should definitely consider their suggestions and decisions instead of just consider friends and family. Okay, bye.